തട്ടുവിട്ടൊരു മൊഞ്ചത്തി കുട്ടി ഇരുന്ന് കഴിക്കണ കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കൂടെയുള്ളത് ഷഹാന കുട്ടി. ഹായ് ഗൈസ്, നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. ഹായ്. എങ്ങനെ പോണു കഴിപ്പൊക്കെ? നല്ലോണം പോകുന്നുണ്ട്. നന്നായിട്ട് പോണു. ഇതൊക്കെ ഒറ്റ ദിവസം കഴിക്കുന്നതാണോ? ഒറ്റ ദിവസം കഴിക്കുന്നതാണ്. ഇത്രയും എങ്ങനെ സാധിക്കുന്നു? എന്തെയാണ്, ചെറിയ വയറല്ലേ. ചെറിയ വയറാണല്ലേ. രാവിലെ തൊട്ട് എന്തൊക്കെ കഴിക്കും പറ? രാവിലെ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ പറ? ഇന്ന് രാവിലെ കട്ടൻ ചായ കുടിച്ചായിരുന്നു. പിന്നെ 4 മുട്ട, പിന്നെ 2 ഈത്തപ്പഴം, പിന്നെ ഈത്തപ്പഴം കഴിച്ചായിരുന്നു. പിന്നെ ക്ലാസ്സിൽ പോയപ്പം കട്ട്ലറ്റ് കഴിച്ച്, സമൂസ കഴിച്ച്, ജ്യൂസ് കുടിച്ച്, ലേസ് കഴിച്ച്, പിന്നെ തിരിച്ചു വന്നിട്ട് മുട്ട ബിരിയാണി കഴിച്ച്, പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന് ഇനി വയറൊഴിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ ഒരു തീറ്റ മത്സരമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വയറൊക്കെ ഒഴിച്ചിട്ടാണോ വന്നത്? വീട്ടിലാരൊക്കെ ഉണ്ട്? എന്താ ചെയ്യണേ? വീട്ടില് ഉമ്മായി വാപ്പായുണ്ട്, സിസ്റ്റർ ഉണ്ട്, കല്യാണം കഴിഞ്ഞ്. പിന്നെ ഞാനിപ്പോ പഠിക്കാണ്. അപ്പൊ അവർക്കൊക്കെ കഴിക്കാൻ കിട്ടാറുണ്ടോ? ബാക്കി വരണതൊക്കെ അതുകൊണ്ടാണ് എന്നെ ഹോസ്റ്റലിലാക്കിയത്. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ. ഈ ഹോസ്റ്റലിൽ നിന്ന് എന്താ പറയാ, വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് കൂടുതലും ആ വ്ളോഗൊക്കെ കാണാറ്, എന്താ പറയാ റീൽസ് ഒക്കെ കാണാറ്. അപ്പൊ ഈ നാട്ടിലെ അല്ലെങ്കിൽ വീട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യാറുണ്ടോ? പിന്നെ ശരിക്കും മിസ് ചെയ്യാറുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോണ്ടല്ല, കരിമ്പീൻ കാട്ടി ആന കയറിയ അവസ്ഥയാണ്. വീട്ടിലൊന്നും ഉണ്ടാവില്ല, ഫുള്ള് ഞാൻ കഴിക്കും, എല്ലാം കഴിക്കും. അമ്മയൊക്കെ എന്താ പറയാ, ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേക്കും ആദ്യമൊക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ധാരാളം നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് എസ്പെഷ്യലി അതുണ്ടാവാറുണ്ടല്ലോ. പിന്നെ വീട്ടിലെ ഉമ്മക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷല്ലേ. എന്നിട്ട് ഉമ്മ എന്നെ ഇങ്ങനെ പറയും, എന്താണ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ സാധനവും ഉണ്ടാക്കി തരും, കുറെ ക്വാണ്ടിറ്റിയിൽ. അപ്പൊ ഒക്കെ 2 പൈസ ഉണ്ടാക്കും. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ അവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോ കുറെ ഐറ്റംസ് ആയിട്ടാണ് എല്ലാം എടുത്തിട്ട് വരും. എന്താ ഇഷ്ടമുള്ള ഐറ്റം? ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? ഇവിടെയൊക്കെ പോവാറുണ്ട്. ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ പക്ഷെ എനിക്ക് നോർമലി മന്തിയാണ് ഇഷ്ടം. മന്തി ലവർ ആണല്ലേ? ഞാൻ കാണാറുണ്ട് മന്തിയുടെ റീൽസ് ഒക്കെ. ഈ മന്തി ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതാകുമ്പോ ക്വാണ്ടിറ്റി കൂടുതലും കഴിക്കാം. രാവിലെ മുതൽ ഇടുന്ന കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ക്വാണ്ടിറ്റി അത്രയും കൂടുതൽ കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും തന്നെ കഴിക്കാറുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അതെല്ലാവരും നോർമലി ഉള്ള ഡൗട്ടാണ്. അത് എല്ലാ ഐറ്റംസും ഞാൻ കഴിക്കാറുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ അത്രയും ക്വാണ്ടിറ്റി കഴിക്കാറില്ല, അത്രേ ഉള്ളൂ. ആരെങ്കിലും അനുകരിച്ച് കഴിക്കുന്നതാണോ എന്നുള്ളത് അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കണ്ട് ഇതുപോലെ ഒരുപാട് റീൽസ് ഒക്കെ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് രാവിലെ അത് കഴിച്ചു, രാവിലെ ഇത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുകരിച്ച് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒത്തിരി മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഞാൻ ഡിഗ്രി പഠിച്ച സമയത്ത് അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ മന്തി കഴിക്കുന്നത്. ആദ്യം മന്തി വെച്ചിട്ടാണ് ഞാൻ കുറച്ചൊന്ന് സെറ്റായി വന്നത്. അപ്പൊ മന്തി കഴിക്കുന്ന വീഡിയോയിലാണ് കയറി വന്നത്. മന്തി ഇങ്ങനെ മയോണൈസ് ഒക്കെ കൂട്ടി ഇങ്ങനെ ചിക്കനൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നതാണ്. എല്ലാവർക്കും കുറച്ച് ഇതൊക്കെ വന്നിട്ട് അങ്ങനെ കയറി വന്നതിന് ശേഷമാണ് ഇപ്പോഴായിട്ടാണ് ഈ കുറെ ആൾക്കാരൊക്കെ വാട്ടേറ്റിനൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ? ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ തുടങ്ങാൻ കാരണം തന്നെ ഫ്രണ്ട്സ് ആണ്. ഞാനിങ്ങനെ വിഷന്നൊക്കെ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മന്തിയൊക്കെ എടുത്ത് ഇങ്ങനെ മയോണൈസ് ഒക്കെ കൂട്ടി കുറച്ച് ചിക്കനൊക്കെ എടുത്ത് ആ റൈസിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഫുള്ള് കൊതിയാവും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ രാത്രി സ്വിഗ്ഗിയൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെ പറഞ്ഞാണ്, അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ അക്കൗണ്ട് തന്നെ തുടങ്ങിയത്. നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട് എന്ന് പറയുന്നില്ലേ? അങ്ങനെ ഒരു തോട്ട് വരാറേ ഇല്ലല്ലോ ഷഹാനയ്ക്ക്? കാരണം എന്താന്ന് വെച്ചാൽ വീഡിയോസ് ചെയ്ത് പോവാന്നുള്ള രീതിയിലല്ലേ തോന്നിയിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും നേരിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യേണ്ട, അതൊക്കെ മോശമല്ലേ? ഇല്ല, നേരിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി മുസ്ലിംസ് ആകുമ്പോൾ ഒരു ഓർത്തഡോക്സ് സാധനമൊക്കെ വരുമല്ലോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ആരും നെഗറ്റീവ് ആയിട്ടൊന്നും നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വീഡിയോസിലൊക്കെ വന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്. പിന്നെ കളിയാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, സൗണ്ടിനെ പറ്റി പറഞ്ഞ് കളിയാക്കും, ഇതെന്ത് വോയിസ് ചെയ്യും, കേൾക്കാൻ സൗണ്ട് ഒക്കെ നല്ല രസം കേൾക്കാൻ. രാവിലെ അത് കഴിച്ചു ഇത് കഴിച്ചു എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, പറയാം. ഗൈസ്, ഞാൻ രാവിലെ എണീറ്റ് പിന്നെ മുട്ട കഴിച്ച് ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് വിശന്നിട്ട് ദാഹിച്ചിട്ട് വന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് വിശന്ന് വന്നപ്പോൾ ജ്യൂസ് കുടിച്ച് ഞാൻ എന്നിട്ട് തൊണ്ടയിൽ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ദോശയും മീൻകറിയും സാമ്പാറൊക്കെ ഫ്രണ്ട്സ് നിന്ന് കഴിക്കുന്നത്. പിന്നെ ഞാൻ കഴിക്കുന്നത് വെറുതെ ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നില്ല, ആർക്കും വേണ്ടാതെ വെച്ചിരിക്കുന്നല്ലേ, അതുകൊണ്ട് ഞാൻ അതെടുത്ത് കഴിച്ചു. ഗൈസ്, ആർക്കും വേണ്ടാതെ വെച്ചിരിക്കുന്നതൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, എന്താ പഠിക്കണേ? എയർപോർട്ട് മാനേജ്മെന്റ്. അപ്പൊ അതിനൊക്കെ എന്താ പറയാ, ഹെൽത്തും അല്ലെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഡൗട്ടാണ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, അത് ഡൗട്ട് വരാറുണ്ട്. അപ്പൊ എന്താ പറയാ, എങ്ങനെയാ അത് മെയിൻറ്റെയിൻ ചെയ്യണേ? അത് അറിയില്ല ഗൈസ്. എല്ലാം അങ്ങ് ഡൈജസ്റ്റ് ആയി സെറ്റായി പോവാണ്. ഇപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ കഴിക്കുമ്പോഴേക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ
കണ്ണ് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് കൊതിയാവുന്ന ഇങ്ങനെ കഴിക്കാവോ, ഞങ്ങൾക്ക് കൂടെ വയറ് വാടകയ്ക്ക് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ചെറിയ ഒരു തീറ്റ മത്സരങ്ങൾ പ്ലാൻ ചെയ്തല്ലോ, എന്ത് പറയുന്നു? ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഇവിടുന്ന് ആളെ ഇറക്കട്ടെ? ഇറക്കട്ടെ? ഇവിടെ നമ്മള് പെണ്ണ് കാണാനൊന്നും ഇരിക്കുകയല്ല, തീറ്റ മത്സരത്തിരിക്കുകയാണ്. തീറ്റ മത്സരം. ഇത് മാർഷൽ നമ്മുടെ ക്യാമറ ടീമിലുള്ളതാണ്. അപ്പൊ മാർഷലാണ് ഷാനായിട്ട് മത്സരിക്കാൻ പോകുന്നത്. മാർഷൽ റെഡി അല്ലേ? എന്ത് വന്നാലും തോറ്റു കൊടുക്കരുത്. ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ. ഞാൻ ടൈമർ വെക്കണോ? ടൈമർ വേണ്ട. അതൊന്നും പെട്ടെന്ന് നിന്ന് നിൽക്കണ്ടില്ല, ചത്താലോ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കൈ തമ്മിലൊന്ന് മുട്ടിച്ചേക്ക്. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. തുടങ്ങിക്കോ. രണ്ടുപേർക്കും 5 പപ്സ് വീതം വെച്ചുണ്ട്. ഇതിനകത്ത് ആരുടെ പപ്സ് ആണ് ആദ്യം തീരണേ എന്നുള്ള, ആരുടെ പ്ലേറ്റിലുള്ളതാണ് ആദ്യം തീരണേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, തുടങ്ങിക്കോ. ഫസ്റ്റ് ഇങ്ങനെ ഇത്തിരി സ്പീഡാക്കണം കേട്ടോ, ഇങ്ങനെയൊന്നും പറ്റൂല. എടുത്ത് വേഗം കഴിച്ചോ. ഈ പപ്സ് കഴിക്കുമ്പോ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾ കൈ തമ്മിൽ മുട്ടിച്ചായിരുന്നോ? സോസില്ല. ഇനി സോസൊക്കെ ഇട്ട് തരാം. വെള്ളം വേണമെങ്കിൽ പറയണോട്ടാ. എനിക്ക് വയ്യ, പപ്സ് തൊണ്ടേ കുടുങ്ങി എന്തെങ്കിലും പറ്റിയെന്നൊക്കെ പറയണ കേൾക്കാൻ. മാർഷലെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇത്തിരി സ്പീഡിലാക്ക് മാർഷലെ, പോണ്ടേ. സ്പീഡാക്കിക്കോട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഴം തീറ്റ മത്സരം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം. ഇത് കഴിയണതിന്റെ അനുസരിച്ച് അപ്പം മാർഷൽ ഇതേ ഒരു പപ്സ്, ഇതേ ഷാന ഒരു പപ്സ് കഴിയാൻ പോകുന്നു. മാർഷൽ ഇന്ന് രാവിലെ കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? മാർഷലെ, മൂവി വേൾഡിന്റെ മാനം കാക്കണം. ഒരെണ്ണം കഴിഞ്ഞു. മാർഷൽ അതാ ഒരെണ്ണം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെയാണോ? ഇല്ല, ഒരെണ്ണം കഴിഞ്ഞിട്ടില്ലല്ലേ? ഇല്ലല്ല. ഷോ, രണ്ടാമത്തെ എടുത്ത് മാർഷൽ. രണ്ടാമത്തെ എടുത്ത് മാർഷൽ. ചെറുത് നോക്കി എടുക്കണേ. വെള്ളം വേണം. വെള്ളം വെള്ളം തരരുതെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വെള്ളം ഇപ്പൊ തരാനുള്ള ഒരു മാർഗമില്ല. അതെ, അവൻ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ വേണമെങ്കിൽ അനുകരിച്ചാൽ വേഗം കഴിക്കാം. പപ്സ്. അയ്യോ, മുട്ടയില്ല. ഉള്ളി മാത്രമേ ഉള്ളൂ അല്ലേ? കൊഴപ്പില്ല. ഒരെണ്ണം കഴിഞ്ഞില്ലേ? വേഗം ആക്കിക്കോ. ദേ മാർഷല് ജയിക്കും ഇപ്പൊ. ഈ പിള്ളേരെയൊക്കെ കഴിപ്പിക്കുന്ന പോലെ. ഇത് സ്പീഡിലിട്ടാ നടക്കോളൂ ട്ടാ. നമ്മുടെ മാർഷല് മൂവി വേൾഡിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഷഹാനക്ക് വേണ്ടി തന്നെ. തോറ്റു കൊടുത്താ ഭയങ്കര മോശമായിരിക്കും കേട്ടോ. വേഗം വെള്ളം വേണോ? വെള്ളം തന്നില്ല എന്നൊരു ചീത്തപ്പേര് എനിക്ക് വരരുതട്ടോ എന്ന് വെച്ച് ചോദിച്ചിരുന്നു. മാർഷല് അയ്യോ, നീ 3 എണ്ണായിട്ടോ. അല്ല, 2 എണ്ണം, 3 എണ്ണം ഉള്ളു ഇനി. വേഗം. മാർഷൽ എന്തോ കരുതിക്കൂട്ടിയാണ്. മാർഷൽ ഇനി പഴം കഴിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള? ഇല്ല. ഈ പ്ലേറ്റിലോട്ട് കണ്ണു പോണ്ട. വേഗം. ആരും കൊതി ഇടരുത് കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറെ 2 മാറ്റി വെച്ചിട്ടുണ്ട് കഴിക്കാൻ.
അത് നമ്മള് പകുതി പകുതി ആയിട്ട് വെച്ച് കഴിക്കണം. അതാ. അയ്യോ സ്റ്റിക്കർ. നിങ്ങക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ടെങ്കിൽ പറ. സംസാരിക്കാൻ പാടില്ല. അല്ല അത് കുഴപ്പമില്ല. എന്തെങ്കിലും വീട് എവിടെയാന്നോ നാട് എവിടെയാന്നോ ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, പരിചയപ്പെട്ട് വെച്ചോ അല്ലേ. എന്തേലും കുഴപ്പമുണ്ടോ മാർഷല്ലേ? വെള്ളം കൊടുക്കാൻ പറ്റില്ല, വെള്ളം കൊടുക്കാൻ പറ്റില്ല, വെള്ളം കൊടുക്കാൻ പറ്റില്ലെന്ന് പാവച്ചിരി വെള്ളം കൊടുത്തേക്കാം അവന്. വെള്ളം തോറ്റു കൊടുക്കരുത്, ഉമ്മിനീരെടുക്ക്. ഉമ്മിനീര് വിഴുങ്ങി തരണം തോറ്റാണ്. കൊള്ളാം ചേട്ടാ. വേഗം കഴിച്ചോ, വേഗം തീരും. 2 എണ്ണല്ലേ ഉള്ളൂ. 2 എണ്ണം. ആ 3. അതല്ല ഞാൻ 2 എണ്ണേ ഉള്ളൂ എന്നാ പറഞ്ഞ. ഇല്ലടാ ഞാൻ 2 എണ്ണേ ഉള്ളൂ. എന്ത് തോന്നുന്നു ഞങ്ങളുടെ മാർഷലിന്റെ ആ ഒരു പവർ കണ്ടിട്ട്? മാർഷലിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഞാൻ സമ്മതിച്ചെന്നേ പറ്റുള്ളൂ. കാരണം ഇന്ന് ഇവിടെ കേക്ക് കട്ട് ചെയ്തപ്പോ പോലും മാർഷൽ ഒരു തരി പോലും കഴിച്ചില്ല. ആരുടെ? ആ വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു തരി പോലും. ഞാൻ വന്നപ്പോ കൊറേ വെള്ളം കുടിച്ചിപ്പം ഇറങ്ങി താഴേന്ന്. വയറ് ഫുള്ളായിരിക്കും. അപ്പൊ ഇനി പഴോ? ഇതിന്റെ ഇടക്ക് പഴം തന്നാലോ? വേണ്ടല്ലേ? അത് നല്ല പച്ച പഴം നോക്കി വരിച്ചിരിക്കണം. അത്ര എന്തായാലും വേണ്ടി വരും. ഇവര് 5 പപ്സ് അകത്താക്കുന്നുണ്ട്. എടാ ഒരു കാര്യം കൂടി ഉണ്ട്, വൃത്തിയോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് കേട്ടോ, അതും ഇതിനകത്ത് പെടുവോ? ജഡ്ജസ് പെടും. ഇല്ല ഇല്ല ഇല്ല. ആ സമാധാനായിട്ട് കഴിക്കാമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര നീ കുറച്ചെടുത്തേ. മാർഷലിന് ഇനി 1 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. മാർഷലിന് 4 എണ്ണം. ഇപ്പൊ കഴിക്കാൻ പോവല്ലേ? തീർത്തിയാ? വെള്ളം എടുക്ക്. ഭയങ്കര എരിവുണ്ട് പപ്സിന്. ആണല്ലേ? ഇത്രയും കഴിച്ചോണ്ടായിരിക്കും ഇനി അങ്ങനെയൊക്കെ ഉണ്ടോ? സാധാരണ മുട്ട പപ്സ് കഴിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? മുരിങ്ങനാണോ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചൂടുണ്ടോ ശ്രദ്ധിക്കാറുണ്ട്. ചൂടുള്ളത്. പിന്നെ പഴകിയതാണോ ശ്രദ്ധിക്കാറുണ്ട്. മുട്ടയുണ്ടോന്ന് ശ്രദ്ധിക്കാറുണ്ട്. മുട്ടയുണ്ടോ ശ്രദ്ധിക്കാം. മുട്ടയിലാണ് പഴകിയാണെന്ന് ശ്രദ്ധിക്കുന്നത്. കേട്ട് പഠിച്ചോ. ഇത് ജയിക്കുന്ന ആൾക്ക് നമ്മള് തീറ്റ സ്റ്റാർ എന്നുള്ളൊരു പട്ടം കൊടുക്കുന്നുണ്ട്. മാർഷലിന് വെള്ളം കുടിക്കണോ? എടുത്തോ. വെള്ളം കുടിച്ചോ. മാർഷല് വെള്ളം കുടിച്ചാ തോറ്റിട്ടാ. തോറ്റോ? ഉറപ്പല്ലേ? ഷഹാനതയെ പൊടി വരെ കഴിച്ച് കണ്ട. അപ്പൊ വിജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചോട്ടെ. അപ്പോ ഈ ഒരു പപ്സ് തീറ്റ മത്സരത്തിൽ ഷഹാന അതിഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. ഇനി ഒരു പഴന്തീറ്റ മത്സരം കൂടി ഉണ്ട്. ഇത്തിരി ഗ്യാപ്പ് എടുത്തിട്ട് പോരെ? ഓക്കെ അല്ലേ? ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പഴം. അങ്ങനെ നമ്മുടെ പപ്സ് തീറ്റ മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഷഹാന അതിഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. കാരണം മാർഷല് വെള്ളം ചോദിച്ചു. അതുകൊണ്ട് മാത്രം. ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ മൂവി വേൾഡിന്റെ ടീമിൽ നിന്ന് മാർഷൽ തന്നെ ജയിക്കേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പഴന്തീറ്റ മത്സരം കൂടെ വെച്ചിട്ടുണ്ട്. അതിലെന്തായാലും നമ്മൾ ജയിക്കണം.